ഹരേ രാമാം ഹരേ കൃഷ്ണാം. എല്ലാവർക്കും നമസ്കാരം. മഹാഭാഗ്യ പെരുമഴയുമായി ജനുവരി മാസത്തിൻ്റെ അവസാന വാരം എത്തിക്കഴിഞ്ഞു. ഈ നക്ഷത്ര ജാതകർക്ക് വളരെയധികം നേട്ടങ്ങളും സൗഭാഗ്യവുമാണ് ഇനി എത്തിച്ചേരുക. ആദിത്യൻ മകരം രാശിയിൽ തിരുവോണം ഞാറ്റുവേലയിൽ സഞ്ചരിക്കുന്നു. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിലാണ്. രേവതി മുതൽ പുണർന്നം വരെയുള്ള നക്ഷത്ര മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുന്നു. ചൊവ്വ മകരം രാശിയിൽ ഉച്ചത്തിൽ തുടരുന്ന കാലമാണ്. എന്നാൽ മൗഢ്യ അവസ്ഥയുമുണ്ട്. ശനി മീനം രാശിയിൽ ഉത്രട്ടാതിയിലാണ്. വ്യാഴം മിഥുനം രാശിയിൽ പുണർദത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ്. രാഹു കുംഭം രാശിയിൽ ചതയത്തിലും കേതു ചിങ്ങം രാശിയിൽ പൂരത്തിലും സഞ്ചരിക്കുന്നു. ബുധനും ശുക്രനും മകരത്തിലുണ്ട്. ഇരു ഗ്രഹങ്ങൾക്കും മൗഢ്യ അവസ്ഥയുമാണ് ഈ സമയം. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ജനുവരി അവസാന വാരത്തിലെ നക്ഷത്ര ഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് നാളെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച പകൽ 1 മണി വരെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പ്രതികൂലമായി അനുഭവപ്പെടും. അതായത് കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, അലച്ചിൽ, ധനതടസ്സം, ബിസിനസ്സിൽ നഷ്ടം, ചെലവ്, മനപ്രയാസം, യാത്രാ തടസ്സം, ശരീരസുഖക്കുറവ് ഇവ കാണുന്നു. വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങളിൽ നിന്നും അകലുവാനും ഇടയുള്ള ദിവസമാണ്. ഞായറാഴ്ച പകൽ 1 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ വറുതിയിൽ വരുന്നതാണ്. അതായത് കാര്യവിജയം, ആരോഗ്യം, ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവയുണ്ടാകും. ആഗ്രഹങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടും. യാത്രകൾ കൊണ്ട് വളരെയധികം വിജയം പ്രതീക്ഷിക്കാം. ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ വീണ്ടും പ്രതികൂല അവസ്ഥയിലേക്കെത്തും. കാര്യപരാജയം, ദ്രവ്യനാശം, അഭിമാനക്ഷതം, കലഹം, ശത്രുപരാജയം, ശത്രുശല്യം ഇവ കാണുന്നു. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. നിങ്ങളുടെ അടുത്ത ആളുകൾ അകലുവാനും ഇടയുണ്ട്. വ്യാഴാഴ്ച വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ്. കാര്യവിജയം, പരീക്ഷാ വിജയം, ആരോഗ്യം, സ്ഥാനമാനം ഇവ വന്നു ചേരും. കൂടിക്കാഴ്ചകൾ കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒരുവിധം നടന്നു കിട്ടുന്നതാണ്. തടസ്സങ്ങൾ മാറിക്കിട്ടും. പുതിയ കോഴ്സുകൾക്ക് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുവാനുമുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് ഞായറാഴ്ച പകൽ 1 മണി വരെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമാണ്. കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവയുണ്ടാകും. കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കുവാനുള്ള ഇടയുണ്ട്. വായ്പാ ശ്രമങ്ങളെല്ലാം തന്നെ വിജയം കാണും. ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒരുവിധം നടന്നു കിട്ടുന്ന വാരമാണ്. ധനപരമായ ഇടപാടുകളിൽ വിജയം പ്രതീക്ഷിക്കാം. വേണ്ടപ്പെട്ട ആളുകളുമായി സന്തോഷം പങ്കിടുവാനുമുള്ള ഭാഗ്യമുണ്ടാകും. ഞായറാഴ്ച പകൽ 1 മണി കഴിഞ്ഞാൽ കാര്യങ്ങൾ എല്ലാം തന്നെ പ്രതികൂലമായ അവസ്ഥയിലെത്തും. കാര്യപരാജയം, ധനതടസ്സം, ചെലവ്, യാത്രാ പരാജയം, ശരീര സുഖക്കുറവ്, മനപ്രയാസം, ഇച്ഛാഭംഗം, ബിസിനസ്സിൽ തടസ്സങ്ങൾ ഇവയുണ്ടാകുന്നതാണ്. വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങളിൽ നിന്നും അകലുവാനും ഇടയുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി മുതൽ കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി ഭവിക്കും. അതായത് കാര്യവിജയം, സൽക്കാരയോഗം, ഉപയോഗ സാധന ലാഭം ഇവയുണ്ടാകും. ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒരുവിധം നടന്നു കിട്ടുന്നതാണ്. അതുപോലെ യാത്രകൾ കൊണ്ട് വളരെയധികം വിജയം പ്രതീക്ഷിക്കാം. സുഖലോലുപ വസ്തുക്കൾ വന്നു ചേരും. വ്യാഴാഴ്ച വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായ കാര്യങ്ങളുണ്ടാകും. കാര്യപരാജയം, പരീക്ഷാ പരാജയം, മനപ്രയാസം, ഇച്ഛാഭംഗം ഇവയുണ്ടാകും. പ്രതികൂല സന്ദേശങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ നിങ്ങളുടെ വറുതിയിലാകും. അതായത് കാര്യവിജയം, ധനലാഭം, ആരോഗ്യം ഇവയെല്ലാം വർദ്ധിക്കുന്നതാണ്. യാത്രകൾ കൊണ്ട് വളരെയധികം വിജയമുണ്ടാകും. ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒരുവിധം നടന്നു കിട്ടുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്.
മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് നിങ്ങൾക്ക് ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി വരെ കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി ഭവിക്കും. കാര്യവിജയമുണ്ടാകും, പരീക്ഷാ വിജയമുണ്ടാകും എന്നിങ്ങനെ ഒരുവിധം നേട്ടങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒരുവിധം എല്ലാം തന്നെ നടന്നു കിട്ടുന്നതാണ്. പുതിയ കോഴ്സിലേക്ക് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കാം. പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാം. പുതിയ സാധ്യതകൾ വളരെയധികം തുറന്നു കിട്ടുന്ന വാരമാണ്. നല്ല നല്ല സന്ദേശങ്ങൾ ലഭിക്കും. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ പ്രതികൂലമായി ഭവിക്കും. കാര്യപരാജയം, അലച്ചിൽ, ശരീര സുഖക്കുറവ്, ചെലവ്, ധനതടസ്സം, ദ്രവ്യനാശം ഇവയുണ്ടാകുന്നതാണ്. വ്യാഴാഴ്ച വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും. കാര്യവിജയം, പരീക്ഷാ വിജയം ഇവ പ്രതീക്ഷിക്കാം. നല്ല സന്ദേശങ്ങൾ വന്നു ചേരും. തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. പുതിയ കോഴ്സിലേക്ക് പ്രവേശനം ലഭിക്കും. നടക്കാതിരുന്ന ഒരുവിധം കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടുന്നതാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. ശനിയാഴ്ച വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി ഭവിക്കുന്നതാണ്. കാര്യപരാജയം, അഭിമാനക്ഷതം, പരീക്ഷാ പരാജയം, ഇച്ഛാഭംഗം, കലഹം, മനപ്രയാസം എന്നിവ പ്രതീക്ഷിക്കാം. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. നിങ്ങൾക്ക് ഞായറാഴ്ച പകൽ 1 മണി വരെ പ്രതികൂലമായി കാര്യങ്ങൾ ഭവിക്കുന്നതാണ്. അതായത് കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ധനതടസ്സം, മനപ്രയാസം, ഇച്ഛാഭംഗം, യാത്രാപരാജയം, ഉദരവൈഷമ്യം ഇവ പ്രതീക്ഷിക്കാം. ഞായറാഴ്ച പകൽ 1 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ നിങ്ങളുടെ വറുതിയിലാകും. കാര്യവിജയം, അംഗീകാരം, മത്സര വിജയം, സുഹൃത്ത് സമാഗമം, ഉപയോഗസാധന ലാഭം ഇവ പ്രതീക്ഷിക്കാം. ആഗ്രഹങ്ങൾ ഒട്ടാകെ നടന്നു കിട്ടുന്നതാണ്. വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടുവാൻ ഇടവരും. തൊഴിൽ അന്വേഷണങ്ങൾ എല്ലാം തന്നെ വിജയിക്കുന്നതാണ്. വ്യാഴാഴ്ച വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ പ്രതികൂലമായി ഭവിക്കും. അതായത് കാര്യതടസ്സം, ധനതടസ്സം, ചെലവ്, ഇച്ഛാഭംഗം, പരീക്ഷാ പരാജയം ഇവയുണ്ടാകുന്നതാണ്. കൂടിക്കാഴ്ചകളിൽ സംതൃപ്തി കുറയുന്നതാണ്. ശനിയാഴ്ച വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ വീണ്ടും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സൽക്കാരയോഗം, ആരോഗ്യം ഇവ പ്രതീക്ഷിക്കാം. ആഗ്രഹങ്ങൾ ഒട്ടാകെ ഈ ആഴ്ച നടന്നു കിട്ടുന്നതാണ്. അതുപോലെ യാത്രകൾ കൊണ്ടും വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ആളുകൾക്ക് നിങ്ങൾക്ക് ഞായറാഴ്ച പകൽ 1 മണി വരെ കാര്യങ്ങളെല്ലാം തന്നെ പ്രതികൂലമായി ഭവിക്കും. കാര്യപരാജയം, ഇച്ഛാഭംഗം, ശത്രുശല്യം, ശരീരക്ഷതം, അപകടഭീതി, മനപ്രയാസം ഇവയുണ്ടാകും. ഇരുചക്ര വാഹന യാത്രകൾ വളരെയധികം സൂക്ഷിക്കുക. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം കരുതൽ പുലർത്തുക. വാക്കുകൾ സൂക്ഷിക്കുക. ഞായറാഴ്ച പകൽ 1 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായി ഭവിക്കുന്നതാണ്. കാര്യങ്ങൾ ഭാഗികമായി ശരിയാകും. ഉദരവൈഷമ്യം, പ്രവർത്തന മാന്ദ്യം, യാത്രാ തടസ്സം, ധനതടസ്സം, ശരീര സുഖക്കുറവ് ഇവയുണ്ടാകുന്നതാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും. കാര്യവിജയം, അംഗീകാരം, ബന്ധുസമാഗമം, ഉപയോഗസാധന ലാഭം, സൽക്കാരയോഗം, സന്തോഷം ഇവയുണ്ടാകും. ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒരുവിധം നടന്നു കിട്ടുന്നതാണ്. അതുപോലെ യാത്രകൾ കൊണ്ടും വിജയം പ്രതീക്ഷിക്കാം. തടസ്സങ്ങൾ ഒരുവിധം എല്ലാം മാറും. സുഖലോലുപ വസ്തുക്കൾ വന്നു ചേരും. ഉല്ലാസ യാത്രകൾക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഉല്ലാസ നിമിഷങ്ങളിൽ പങ്കുചേരുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന വാരമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് നിങ്ങൾക്ക് ഞായറാഴ്ച പകൽ 1 മണി വരെ എല്ലാവിധ കാര്യങ്ങളിലും അനുകൂലമായി ഭവിക്കുന്നതാണ്. അതായത് കാര്യവിജയം, സുഹൃത്ത് സമാഗമം, പരീക്ഷാ വിജയം ഇവയുണ്ടാകും. തടസ്സങ്ങൾ ഒരുവിധം എല്ലാം തന്നെ മാറിക്കിട്ടാം.
ചർച്ചകളിൽ വളരെയധികം വിജയം പ്രതീക്ഷിക്കാം. നല്ല സന്ദേശങ്ങൾ വന്നു ചേരും. കൂടിക്കാഴ്ചകൾ ഗുണകരമാകും. ഞായറാഴ്ച പകൽ 1 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാര്യങ്ങൾ ഭവിക്കുന്നതാണ്. അതായത് കാര്യതടസ്സം, നിയമപരാജയം, അപകടഭീതി, ശരീരക്ഷതം ഇവയുണ്ടാകും. ഇരുചക്ര വാഹന യാത്രകൾ വളരെയധികം സൂക്ഷിക്കുക. ധനപരമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കും. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമാകും കാര്യങ്ങളെല്ലാം തന്നെ. ഒരുവിധം കാര്യങ്ങൾ ഭംഗിയായി ശരിയാകും. ഉദര വൈഷമ്യം, പ്രവർത്തന മാന്ദ്യം, യാത്രാ തടസ്സം, ധനതടസ്സം, ബിസിനസ്സിൽ തടസ്സം ഇവയുണ്ടാകുന്നതാണ്. കിട്ടാനുള്ള പണം തിരികെ കിട്ടുവാനും ഭാഗ്യം ഇല്ലാത്ത ഒരു വാരമാണ്. വ്യാഴാഴ്ച വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും. അതായത് കാര്യവിജയം, പരീക്ഷാ വിജയം, ആരോഗ്യം ഇവ വർദ്ധിക്കുന്നതാണ്. പുതിയ കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കാം. പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാം. സഹപ്രവർത്തകർ മൂലം വളരെയധികം സന്തോഷം കൈവരാം. അതുപോലെ മേലധികാരിയിൽ നിന്നും അനുമോദനങ്ങൾ ലഭിക്കാം. ആഗ്രഹങ്ങൾ ഒരുവിധം ഈ ആഴ്ച നടന്നു കിട്ടുന്ന വാരം കൂടിയാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി വരെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. കാര്യവിജയം, മത്സരവിജയം, യാത്രാവിജയം, ആരോഗ്യം, ശത്രുക്ഷയം, ദ്രവ്യലാഭം ഇവയുണ്ടാകും. ആഗ്രഹങ്ങൾ ഒരുവിധം നടന്നു കിട്ടുന്നതാണ്. തടസ്സങ്ങൾ എല്ലാം തന്നെ ഈ ആഴ്ച മാറിക്കിട്ടും. വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. അതുപോലെ കിട്ടാനുള്ള പണം തിരികെ കിട്ടും. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ പ്രതികൂലമായി ഭവിക്കും. അതായത് കാര്യപരാജയം, ദ്രവ്യനാശം, മനപ്രയാസം, ഇച്ഛാഭംഗം ഇവയുണ്ടാകും. വേണ്ടപ്പെട്ടവർ അകലാനിടയുണ്ട്. വ്യാഴാഴ്ച വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമായി കാര്യങ്ങൾ നടക്കും. കാര്യങ്ങൾ ഭാഗികമായി ശരിയാകാം. ഉദരവൈഷമ്യം, ശരീര സുഖക്കുറവ്, ധനതടസ്സം, മനപ്രയാസം, പ്രവർത്തന മാന്ദ്യം ഇവയുണ്ടാകുന്നതാണ്. ശനിയാഴ്ച വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ മുതൽ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതാണ്. അതായത് കാര്യവിജയവും അനുകൂലമായ സ്ഥലം മാറ്റ യോഗവും ആരോഗ്യവും ഇവ വർദ്ധിക്കുന്നതാണ്. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. തൊഴിലന്വേഷണങ്ങൾ വിജയം കാണുന്നതാണ്. നല്ല സന്ദേശങ്ങൾ വന്നു ചേരും. ഒരുവിധം ആഗ്രഹങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച നടന്നു കിട്ടുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ടവർ ജനിച്ച ആളുകൾക്ക് ഞായറാഴ്ച പകൽ 1 മണി വരെ കാര്യങ്ങൾ പ്രതികൂലമാണ്. അതായത് കാര്യപരാജയം, നിയമപരാജയം ഇവയുണ്ടാകും. ഇരുചക്ര വാഹന യാത്രകൾ വളരെയധികം ശ്രദ്ധിക്കുക. പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാം. കോടതി വ്യവഹാരങ്ങളിൽ പരാജയപ്പെടാം. ഞായറാഴ്ച പകൽ 1 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ അനുകൂലമായി മാറും. അതായത് നിയമവിജയം, സുഹൃത്ത് സമാഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സൽക്കാരയോഗം, ഉപയോഗ ധനലാഭം, സന്തോഷം ഇവയുണ്ടാകുന്നതാണ്. സർക്കാരിൽ നിന്നും അനുകൂലമായ ഫലയോഗം ഉണ്ടാകും. യാത്രകൾ വിജയിക്കുന്നതാണ്. ആഗ്രഹങ്ങൾ ഒട്ടാകെ നടന്നു കിട്ടും. ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്ന വാരമാണ്. വേണ്ടപ്പെട്ട ആളുകളുമായി ഒത്തുകൂടുവാനുള്ള ഭാഗ്യമുണ്ട്. ഉല്ലാസ യാത്രകൾക്കും സാധ്യതയാണ്. അതുപോലെ ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടുവാനും ഇടവരും. വ്യാഴാഴ്ച വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ പ്രതികൂലമാകും. കാര്യപരാജയം, പരീക്ഷാ പരാജയം ഇവ പ്രതീക്ഷിക്കാം. കൂടിക്കാഴ്ചകൾ പരാജയപ്പെടുന്നതാണ്. പ്രതികൂല സന്ദേശങ്ങൾ വന്നു ചേരും. ശനിയാഴ്ച വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമാണ്. കാര്യങ്ങൾ ഭംഗിയായി ശരിയാകും. ഉദരവൈഷമ്യം, പ്രവർത്തന മാന്ദ്യം, യാത്രാ തടസ്സം, മനപ്രയാസം ഇവ പ്രതീക്ഷിക്കാം. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ആളുകൾക്ക്
ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി വരെ കാര്യങ്ങൾ പ്രതികൂലമാണ്. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, അഭിപ്രായ വ്യത്യാസം, തർക്കം, യാത്രാ പരാജയം, മനപ്രയാസം, ഇച്ഛാഭംഗം ഇവയുണ്ടാകും. വാക്കുകൾ പരുക്കനാകാതെ ശ്രദ്ധിക്കുക. അതുപോലെ ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും. കാര്യവിജയം, പരീക്ഷാ വിജയം, യാത്രാ വിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സൽക്കാര യോഗം, ഉപയോഗ സാധന ലാഭം ഇവയുണ്ടാകുന്നതാണ്. നല്ല സന്ദേശങ്ങൾ വന്നു ചേരും. ഒരുവിധം ആഗ്രഹങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടും. സുഖലോലുപ വസ്തുക്കൾ ലഭിക്കാം. പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശനങ്ങൾ വിജയം കാണുന്നതാണ്. ശനിയാഴ്ച വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാര്യങ്ങൾ ഭവിക്കും. കാര്യപരാജയം, ദ്രവ്യനാശം, ഇച്ഛാഭംഗം, അപകടഭീതി, ശരീരക്ഷതം, മനപ്രയാസം ഇവ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഇരുചക്ര വാഹന യാത്രയിൽ വളരെയധികം ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് നിങ്ങൾക്ക് ഞായറാഴ്ച പകൽ 1 മണി വരെ കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി ഭവിക്കുന്നതാണ്. കാര്യവിജയം, ധനലാഭം, ആരോഗ്യം, അംഗീകാരം, ലോട്ടറി ഭാഗ്യം ഇവയുണ്ടാകുന്നതാണ്. ആഗ്രഹങ്ങൾ ഒട്ടാകെ നടന്നു കിട്ടും. യാത്രകൾ വിജയിക്കും. ഞായറാഴ്ച പകൽ 1 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ പ്രതികൂലമായി മാറുന്നതാണ്. അതായത് കാര്യതടസ്സമുണ്ടാകും. സ്വസ്ഥതക്കുറവ്, അഭിപ്രായ വ്യത്യാസം, മനപ്രയാസം, ധനതടസ്സം, യാത്രാ തടസ്സം ഇവ പ്രതീക്ഷിക്കാം. ചില കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമിക്കുന്നതായി തോന്നുന്നതാണ്. അതുപോലെ വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരും. വ്യാഴാഴ്ച വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ നിങ്ങളുടെ വറുതിയിലാകുന്നതാണ്. കാര്യവിജയം, പരീക്ഷാ വിജയം, സ്ഥാനക്കയറ്റം, അംഗീകാരം ഇവ പ്രതീക്ഷിക്കാം. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം മാറ്റ യോഗം ഇവയുണ്ടാകും. ആരോഗ്യം, മത്സര വിജയം ഇവ ഉണ്ടാകുന്നതാണ്. പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ വിജയം കാണുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം പോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് നിങ്ങൾക്ക് ഞായറാഴ്ച പകൽ 1 മണി വരെ കാര്യങ്ങളെല്ലാം തന്നെ പ്രതികൂലമായി ഭവിക്കും. കാര്യപരാജയം, തർക്കം, വഴക്ക്, മനപ്രയാസം, അഭിമാനക്ഷതം, ബിസിനസ്സിൽ നഷ്ടം ഇവ പ്രതീക്ഷിക്കാവുന്നതാണ്. വാക്കുകൾ പരുക്കനാകാതെ ശ്രദ്ധിക്കുക. ഞായറാഴ്ച പകൽ 1 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ അനുകൂലമായി മാറും. കാര്യവിജയം, ധനലാഭം, അംഗീകാരം, നിയമവിജയം ഇവ ഉണ്ടാകുന്നതാണ്. സർക്കാരിൽ നിന്നും അനുകൂലമായ പല യോഗമുണ്ടാകും. ധനതടസ്സങ്ങളെല്ലാം തന്നെ ഒരുവിധം മാറിക്കിട്ടുന്നതാണ്. വേണ്ടപ്പെട്ട ആളുകളുമായി ഒത്തുകൂടുവാനുള്ള അവസരമുണ്ടാകും. നല്ല വാർത്തകൾ ശ്രവിക്കുവാൻ കഴിയുന്നതാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ പ്രതികൂലമായി മാറും. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, മനപ്രയാസം, ഇച്ഛാഭംഗം, ധനതടസ്സം, യാത്രാ പരാജയം, ഉദരവൈഷമ്യം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രതികൂലമായ സന്ദേശങ്ങൾ ലഭിക്കുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പോരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി നിങ്ങൾക്ക് ഞായറാഴ്ച പകൽ 1 മണി വരെ കാര്യങ്ങൾ അനുകൂലമാണ്. കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ആരോഗ്യം ഇവ പ്രതീക്ഷിക്കാം. യാത്രകളെല്ലാം തന്നെ വിജയം കാണും. ആഗ്രഹങ്ങൾ ഒരുവിധം എല്ലാം തന്നെ നടന്നു കിട്ടുകയും ചെയ്യുന്നതാണ്. ഞായറാഴ്ച പകൽ 1 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ പ്രതികൂലമായി മാറും. കാര്യപരാജയം, അഭിമാനക്ഷതം, കലഹം, ഇച്ഛാഭംഗം, മനപ്രയാസം, ശരീരക്ഷതം, നിയമപരാജയം ഇവയുണ്ടാകും. സർക്കാരിൽ നിന്നും പ്രതികൂല ഫലയോഗം കാണുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ അനുകൂലമായി മാറുന്നതാണ്. കാര്യവിജയം, സൽക്കാര യോഗം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സമ്മാന ഭാഗ്യം, ഉപയോഗ സാധന ലാഭം, അപ്രതീക്ഷിത ധനയോഗം, ആരോഗ്യം, ബിസിനസ്സിൽ വർധനവ് ഇവ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ സുഖലോലുപ വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാം. ഉല്ലാസ യാത്രകൾക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടുവാനും യാത്രകൾ വിജയം കാണുവാനും ഇടയുള്ള വാരമാണ്. അതായത് ഒരുവിധം തടസ്സങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച മാറിക്കിട്ടും. പുതിയ സാധ്യതകൾ തുറന്നു കിട്ടുന്നതാണ്.
ശനിയാഴ്ച വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ പ്രതികൂലമായി മാറുവാൻ ഇടയുണ്ട്. അതായത് കാര്യപരാജയം, അഭിമാനക്ഷതം, കലഹം, തർക്കം, മനപ്രയാസം, ഇച്ഛാഭംഗം ഇവ പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.